വിവാദം കത്തി നിൽക്കെ പാലക്കാട് മണ്ഡലത്തിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. KPCC സെക്രട്ടറി PJ പൗലോസിന്റെ മരണവീട്ടിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളെ കണ്ടു. ബെന്നി ബെഹനാൻ MP, VK ശ്രീകണ്ഠൻ MP, DCC അധ്യക്ഷൻ A തങ്കപ്പൻ, KPCC ജനറൽ സെക്രട്ടറി മുത്തലിബ് എന്നിവരെ രാഹുൽ കണ്ടു. രമേശ് ചെന്നിത്തലയും മരണവീട്ടിലുണ്ടായിരുന്നു. KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടിയാണ് രാഹുലിന്റെ വാഹനം ഓടിച്ചത്. യാത്രയൊപ്പമുണ്ടായിരുന്ന നേതാക്കൾക്കൊപ്പം രാഹുൽ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. രാവിലെ 9:45 കോൺഗ്രസ് പ്രവർത്തകൻ സേവ്യരുടെ വീട്ടിലാണ് രാഹുൽ എത്തിയത്. സേവ്യരുടെ സഹോദരി PJ പൗലോസിന്റെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. ബെന്നി ബെഹന്നാൻ, DCC പ്രസിഡന്റ് A തങ്കപ്പൻ തുടങ്ങിയവരും അവിടെ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബെന്നി ബെഹന്നാൻ ചേർത്ത് പിടിക്കുകയും തങ്കപ്പൻ രാഹുലിന് ഹസ്തദാനം നൽകുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് നേതാക്കളും KSU നേതാക്കളും രാവിലെ മുതൽ രാഹുലിനെ അനുഗമിച്ചിരുന്നു. ഒപ്പമുണ്ടായിരുന്ന നേതാക്കൾ രാഹുലിനൊപ്പം ഭക്ഷണം കഴിച്ചു. തുടർന്നാണ് MLA ഓഫീസിലെത്തിയത്. MLA ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിയോടെ രാഹുലിനെ സ്വീകരിച്ചു. പാലക്കാട് തന്നെ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പാലക്കാടില്ലാതെ എവിടെ പോകാനാണെന്നായിരുന്നു മറുപടി. BJP പ്രവർത്തകർ ഉച്ചയോടെ MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. രാഹുലിനെതിരെ സൈക്കിളിൽ അനൗൺസ്മെന്റ് നടത്തിയായിരുന്നു DYFIയുടെ പ്രതിഷേധം. വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഇറങ്ങിയ വിവരം വ്യസനസമേതം DYFI അറിയിക്കുകയാണ്. വസ്ത്രവ്യാപാരികൾ പുറത്തുവച്ചിരിക്കുന്ന പ്രതിമകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ത്രീകളുടെ പ്രതിമകൾ ഉണ്ടെങ്കിൽ എടുത്തുള്ളിൽ വെക്കണമെന്ന് വിനീതപൂർവ്വം അറിയിക്കുകയാണ്. MLA ബോർഡ് ഉപേക്ഷിച്ചാണ് വൈകുന്നേരം പാലക്കാട്ടു നിന്നും തിരികെ യാത്ര തിരിച്ചത്. രാഹുൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് എടുത്തിട്ടുള്ള നിലപാടിനോട് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും യുവജന സംഘടനാ പ്രവർത്തകരും യോജിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ. ന്യൂസ് 18 പാലക്കാട്. BJPയുടെ ക്രൈസ്തവ നയതന്ത്രത്തിന് RSSന്റെ പിന്തുണ. ക്രൈസ്തവ സഭകളുമായുള്ള ചർച്ചയ്ക്ക് RSS തന്നെ മുൻകൈ എടുക്കുന്നുണ്ടെന്ന് മുതിർന്ന RSS പ്രചാരകൻ J നന്ദകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. മുസ്ലിം സമുദായവുമായി പോലും RSS ചർച്ച നടത്താൻ ശ്രമിച്ചിരുന്നു. ചില ഇടപെടലുകൾ അത് മുടക്കി. ഛത്തീസ്ഗഡ് വിഷയത്തിൽ BJP ശരിയായ രീതിയിലാണ് ഇടപെട്ടത്. വിഷയം ഉയർത്തി സാമുദായിക വിടവുണ്ടാക്കാൻ കേരളത്തിൽ ശ്രമം നടന്നുവെന്നും J നന്ദകുമാർ ആരോപിച്ചു. കേരളത്തിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായിട്ടും അവർ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ബ്രിഡ്ജിംഗ് പ്രക്രിയയിൽ ഇസ്ലാമിക സമൂഹത്തെയും അവർ സമീപിക്കുന്നുണ്ട്. എത്രയോ കാലങ്ങളായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ പ്രമുഖനായിരുന്ന സുദർശൻജി ഇവിടെ നേരിട്ട് വന്ന് മുസ്ലിം സമൂഹവുമായിട്ട് പോലും ചർച്ച ചെയ്യാൻ രാഷ്ട്ര സംബന്ധമായ കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആ ഘട്ടത്തിൽ സുദർശൻജി 3-4 തവണ ക്രൈസ്തവ സഭാ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. സമാന്തരമായി ഇസ്ലാമിക സമൂഹമായിട്ടും ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ എല്ലാം നിശ്ചയിച്ചതിന് ശേഷം പാലക്കാട് ചർച്ച ചെയ്യാനുള്ള സ്ഥലം പോലും തീരുമാനിച്ചതിന് ശേഷം അത്യുന്നത സ്ഥലങ്ങളിൽ നിന്ന് ഇടപെട്ട് ആ പരിപാടി ഒരു തരത്തിൽ പറഞ്ഞാൽ റദ്ദ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇസ്ലാമിക വിഭാഗവുമായിട്ട് ഔദ്യോഗികമായി ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ ക്രൈസ്തവ സമൂഹവുമായിട്ട് ഞാൻ BJP മാത്രമല്ല സംഘവും അങ്ങനെയുള്ള ഒരു ഔട്ട്റീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നടത്തും എല്ലാ വിഭാഗങ്ങളുമായിട്ട്. അവിടെ നടന്ന ആ കാര്യത്തിന് വേറെ പല പശ്ചാത്തലങ്ങളുണ്ട്. വൻതോതിലുള്ള മതപരിവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ അറിവ് അവിടെയുള്ളവർക്കാണുള്ളത്. പക്ഷേ സംഭവിച്ചെന്താ, ആ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളോ അവരുടെ സഹായികളുടെയോ പ്രശ്നം ഉന്നയിച്ച് അവർ കേരളക്കാരായതുകൊണ്ട് കേരളത്തിൽ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഇവിടുത്തെ ചില ആൾക്കാർ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ BJP അത് അത്തരമൊരു വിരുദ്ധ സാഹചര്യം കേരളത്തിൽ ഒരു സാമുദായിക സംഘർഷത്തിന്റെ ഒരു വിടവ് സൃഷ്ടിക്കാനുള്ള ശ്രമം പലരും ബോധപൂർവം നടത്തും. നമുക്കൊക്കെ അറിയാം, ഉത്തരവാദിത്ത ബോധമില്ലാത്ത, ഞാൻ എല്ലാവരെ കുറിച്ചല്ല പറയുന്നത്, ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഇത്തരം പ്രചാരവേല നടത്തുമ്പോൾ വളരെ വലിയ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത് പ്രകടിപ്പിക്കാതെ പലരും ചെയ്തപ്പോൾ അതിൽ നിന്ന് ഈ സമൂഹത്തെ, അല്ലെങ്കിൽ നമ്മുടെ മൊത്തം കേരള സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ബാധ്യതയുള്ള പാർട്ടി എന്ന നിലയ്ക്ക് BJP കുറച്ച് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അവിടെ പോവുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി RSS ദേശീയ സംയോജകൻ J നന്ദകുമാർ. ക്ഷേത്ര വിശ്വാസികളും തന്ത്രിമാരും ആചാര്യന്മാരും ചേർന്നാണ് തീരുമാനമെടുക്കേണ്ടത്. RSSന്റെ ഔദ്യോഗിക നാവല്ല ഓർഗനൈസറിലെ ലേഖനം സംഘത്തിന്റെ നിലപാടല്ല. സർവ്വസംഘചാലക് ഉൾപ്പെടെയുള്ളവരാണ് RSS നിലപാട് പറയുന്നതെന്നും J നന്ദകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു.
ശബരിമല ക്ഷേത്രത്തിൽ കാലങ്ങളായി നിലകൊള്ളുന്ന ആ ആചാരം, ആ കസ്റ്റമറി പ്രാക്ടീസ് അതേപോലെ തുടരണം. പ്രൊവൈഡഡ്, അദ്ദേഹം പറയുന്നുണ്ട് മോഹൻജി ഭാഗവത്, പ്രൊവൈഡഡ് ക്ഷേത്രത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതാരാണ്? ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന, ക്ഷേത്രത്തിൽ പോകുന്ന, ക്ഷേത്രാചാരങ്ങൾ എന്തെന്ന് നിശ്ചയിക്കാൻ, നിയമിക്കാൻ അനുവാദമുള്ളവർ, അതിനെക്കുറിച്ച് പഠനമുള്ളവർ, തന്ത്രിമാരായാലും പുരോഹിതന്മാരായാലും ആചാര്യന്മാർ ഒരുമിച്ചിരുന്ന് അവർ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ദേവതയുടെ അനുജ്ഞയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയാണെങ്കിൽ മാത്രമേ മാറ്റാൻ പാടുള്ളൂ. അത് ഏതെങ്കിലും ഒരു സർക്കാരോ മതേതരമായ സ്ഥാപനങ്ങളോ തീരുമാനിക്കേണ്ട കാര്യമല്ല ഹൈന്ദവ ക്ഷേത്രത്തിലെ നിയമം എന്നതാണ് സംഘത്തിന്റെ നിലപാട്. പണ്ടേ തന്നെ വളരെ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഓർഗനൈസർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഒരു ഔദ്യോഗികമായ കാര്യം പറയാനുള്ള ജിഹ്വയല്ല എന്ന് വളരെ കൃത്യമായിട്ട്, ഇറ്റ് ഈസ് നോട്ട് എൻ ഒഫീഷ്യൽ ഓർഗൻ എന്ന് പറഞ്ഞ് വ്യക്തമായി സംഘത്തിന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് ഡോക്ടർ മൻമോഹൻ വൈദ്യ പ്രചാർ പ്രമുഖായിരിക്കുമ്പോൾ വളരെ കൃത്യമായി എക്കാലത്തേക്കുമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശ്രീമാൻ പ്രഫുൽ കേത്കർ, ഇപ്പോഴത്തെ ഓർഗനൈസറിന്റെ എഡിറ്റർ, തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് RSSന്റെ ഔദ്യോഗിക ജിഹ്വയല്ല എന്ന്. RSSന്റെ ഔദ്യോഗിക ജിഹ്വ എന്ന് പറയുന്നത് 2-3 പേരാണ്. അത് സർസംഘചാലകാണ്, സർക്കാരിവാഹാണ്, പ്രചാർ പ്രമുഖാണ്. രമേശ് ചെന്നിത്തല അധ്യക്ഷനായ സമയത്ത് NSU സമ്മേളനത്തിൽ RSS സഹായിച്ചു എന്ന് മുതിർന്ന RSS പ്രചാരകൻ ജെ നന്ദകുമാർ. നാഗ്പൂർ സമ്മേളനത്തിൽ തമ്മിലടി ഉണ്ടായി മെസ് തകർന്നപ്പോൾ മുതിർന്ന നേതാക്കളുടെ ആവശ്യപ്രകാരം പ്രതിനിധികൾക്ക് ഭക്ഷണം ഉറപ്പാക്കിയത് മോഹൻ ഭഗവതാണെന്നും ജെ നന്ദകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. കോൺഗ്രസിന്റെ തല മുതിർന്ന നേതാവ് ആവശ്യപ്പെട്ടിട്ടാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ RSS തുടങ്ങിയത്. RSSന്റെ ദേശീയത അംഗീകരിച്ചാൽ ഏതു പാർട്ടിയെയും അംഗീകരിക്കുമെന്നും ജെ നന്ദകുമാർ പറഞ്ഞു. കേന്ദ്രത്തിൽ ഭരണത്തിലിരുന്നത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നെങ്കിലും വടക്ക് കിഴക്കൻ മേഖലയിലെ പ്രശ്നങ്ങൾ വളർന്നു വന്നപ്പോൾ അവിടെ ഉടനടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും തുടങ്ങിയില്ലെങ്കിൽ ഒരു വലിയ വിഘടന വാദമോടെ രൂപപ്പെടും എന്ന് തോന്നിയപ്പോൾ കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരുന്ന നേതാവ്, എല്ലാവരും അറിയുന്ന ആളാണ്, അദ്ദേഹം സംഘത്തെ സമീപിച്ചു. സംഘത്തിന്റെ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ അവിടെ തുടങ്ങണമെന്ന്, വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പ്രവർത്തനം തുടങ്ങണമെന്ന്. NSUവിന്റെ സമ്മേളനം നടക്കുകയായിരുന്നു 1984 നാഗപ്പൂരിൽ. ശ്രീമാൻ രമേശ് ചെന്നിത്തലയായിരുന്നു അന്ന് NSUയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. അന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒന്നല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യ ടുഡേ 10-24 പേജുകൾ അടങ്ങുന്ന ഒരു വലിയ ആർട്ടിക്കിൾ അതിനെക്കുറിച്ച് എഴുതി. ആ സമ്മേളനം NSUയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളനമായിരുന്നു. ഏതായാലും 2-3 ഗ്രൂപ്പായി തിരിഞ്ഞ് ആ സമ്മേളന നഗരിയിൽ അടിച്ചു. എന്നിട്ട് അടുക്കള, മെസ്സ്, ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ അടക്കം നശിപ്പിച്ചു. അതിന്റെ ചിത്രമുണ്ട് ഇന്ത്യ ടുഡേയിൽ, ഇപ്പോഴും നിങ്ങൾക്ക് പരിധിയാൽ കിട്ടും. ആ സന്ദർഭത്തിൽ വന്നുകൂടിയ അല്ലെങ്കിൽ സംഘർഷത്തിൽ പെടാത്തവരോ സംഘർഷത്തിൽപ്പെട്ട് ക്ഷീണിച്ചവർക്കോ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നപ്പോൾ കോൺഗ്രസിന്റെ വളരെ തലമുതിർന്ന നേതാക്കന്മാർ, അന്ന് നാഗപ്പൂരിന്റെ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന മോഹൻ ഭാഗവത്, അദ്ദേഹം നേരിട്ട് സ്വന്തം അനുഭവം പറഞ്ഞത്. എന്നിട്ട് 14-15 മെസ്സുകൾ ഉണ്ടായിരുന്നതിൽ 8 മെസ്സും കൃത്യസമയത്ത് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ സംഘപ്രവർത്തകരുടെ ഈ സംഘാടന മികവ് കൊണ്ട് പുനഃസ്ഥാപിച്ചു